വാർത്തകളിലേക്ക്. തന്റെ ഓഫീസ് മുറിയിൽ കണ്ടെത്തിയ ബോക്സിൽ നെഫ്രോസ്കോപ്പുകളാണ് ഉള്ളതെന്ന ഡോക്ടർ ഹാരിസ് റിപ്പയർ ചെയ്യാൻ അയച്ച ഉപകരണങ്ങളാണിത്. തകരാർ പരിഹരിക്കാൻ 2 ലക്ഷം രൂപ കമ്പനി ആവശ്യപ്പെട്ടു. അത്രയും പണമില്ലാത്തതിൽ ഉപകരണങ്ങൾ തിരിച്ചെത്തി അയച്ചതാണ് എന്നും ഡോക്ടർ ഹാരിസ് വിശദീകരിച്ചു. KR സാജു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. KR സാജു, ഡോക്ടറിന്റെ വലിയൊരു വെളിപ്പെടുത്തലാണ് ഈ മണിക്കൂറിൽ വരുന്നത്. എന്താണ് ഡോക്ടർ ഹാരിസിന്റെ വിശദീകരണം? ഇന്ന് കോഴിക്കോട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൽ ഒരു വാർത്താ സമ്മേളനം നടത്തുകയും ആ വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ഹാരിസിനെ സംശയകരത്തിൽ നിർത്തുകയും ചെയ്യുന്ന രീതിയിലെ ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതിനാണ് ഡോക്ടർ ഹാരിസ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് മറുപടി നൽകുന്നത്. അദ്ദേഹം ഡോക്ടർമാരുടെ ഗ്രൂപ്പിൽ ഇട്ട ഇതാണ് ഈ വിശദീകരണം. ആ വിശദീകരണത്തിൽ പറയുന്നത് ആ ബോക്സിൽ ഉണ്ടായിരുന്നത് ഡിപ്പാർട്ട്മെന്റിലെ നെഫ്രോസ്കോപ്പുകളാണ്. 3 നെഫ്രോസ്കോപ്പുകൾ തകരാറിലായിരുന്നു. അതിന്റെ തകരാർ പരിഹരിക്കാൻ വേണ്ടി അത് എറണാകുളത്തെ കമ്പനിയിലേക്ക് അയച്ചു കൊടുത്തു. പക്ഷേ ഒരു നെഫ്രോസ്കോപ്പ് അതിന്റെ തകരാറ് പരിഹരിക്കണമെങ്കിൽ 2 ലക്ഷത്തോളം രൂപ വേണമായിരുന്നു. അത് തിരിച്ചയക്കാൻ ആ കമ്പനിയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ തിരിച്ചയച്ചു വന്ന നെഫ്രോസ്കോപ്പാണ് ആ ബോക്സിലുണ്ടായിരുന്നത്. നെഫ്രോസ്കോപ്പും ഓസ്ലോസ്കോപ്പും 2 എന്നും അദ്ദേഹം ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നു. മറ്റൊന്ന് അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ താക്കോൽ, അത് തന്റെ മുറി എന്ന് പറയുന്നത് അത് ഓഫീസ് മുറി കൂടിയാണ്. അതിനാൽ അതിന്റെ താക്കോൽ ജൂനിയർ ഡോക്ടർമാർ അടക്കമുള്ളവർക്ക് നൽകിയിട്ടുണ്ട്. കാരണം അവിടെ നിന്നും ഓപ്പറേഷൻ തിയേറ്ററിലേക്കും മറ്റും കൊണ്ടുപോകേണ്ട റിസർവ് ഉപകരണങ്ങളും മറ്റും അവിടെയുണ്ട്. അത് ആവശ്യാനുസരണം എടുക്കുന്നതിനും തിരിച്ചു വെക്കുന്നതിനുമൊക്കെ അങ്ങനെ താക്കോൽ ആവശ്യമുണ്ട്. ഒപ്പം തന്നെ ഡിസ്ചാർജ് സമ്മറി അടക്കമുള്ളവ പ്രിന്റ് എടുക്കുന്നതും മറ്റു കാര്യങ്ങൾക്കുമായി ജൂനിയർ ഡോക്ടർമാരും PG ഡോക്ടർമാരും അടക്കമുള്ളവർ ആ ഓഫീസിൽ പ്രവേശിക്കാറുണ്ട്. രാത്രിയും പകലുമൊക്കെ ഒരുപോലെ പ്രവേശിക്കാറുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അതായത് ആ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൽ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച സംശയകരമായ സാഹചര്യത്തെ ഡോക്ടർ ഹാരിസ് തന്റെ വിശദീകരണത്തിലൂടെ റദ്ദ് ചെയ്ത് കളയുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഈ നെഫ്രോസ്കോപ്പുകളില്ലാത്തതിനാൽ നെഫ്രോസ്കോപ്പി എന്ന് പറയുന്ന ഓപ്പറേഷൻ നടക്കുന്നില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എന്നുകൂടി ഡോക്ടർ ഹാരിസിന്റേതായി പുറത്തുവരുന്ന വിശദീകരണത്തിൽ ഉണ്ട് എന്നുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, അതേസമയം ഇന്നത്തെ പ്രിൻസിപ്പലിന്റെ വാർത്താ സമ്മേളനത്തിലെ ചില ദുരൂഹമായ സാഹചര്യങ്ങളുണ്ട് ഫോൺ കോൾ വന്നതുമായി ബന്ധപ്പെട്ട്. പക്ഷെ അതിലേക്കൊന്നും കടക്കാൻ ഡോക്ടർ ഹാരിസ് തയ്യാറാവുന്നില്ല. തന്റെ പേരിൽ സംശയകരമായി ഉന്നയിച്ച 2 സാഹചര്യത്തിനും അദ്ദേഹം വളരെ കൃത്യവും വിശദവുമായ മറുപടി നൽകുകയാണ് ഈ കുറിപ്പിലൂടെ. അജി, KR സാജു ആണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും. KR സാജു തുടരുന്നുണ്ട്. KR സാജു, ഇപ്പോൾ ഡോക്ടർ ഈ വിശദീകരണം നൽകുന്നതോടെ ഈ കോളേജ് പ്രിൻസിപ്പളും സൂപ്രണ്ടും ഒരുപോലെ തന്നെ വിട്ടിലാവുകയല്ലേ ചെയ്തതാണ്? അജി, അങ്ങനെ തന്നെ നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന്റെ ആകെ തുക നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഡോക്ടർ ഹാരിസിനെ ന്യായീകരിക്കുന്ന ഭാഗങ്ങളൊക്കെ ആദ്യ ഭാഗത്തുണ്ടെങ്കിലും പിന്നീടുണ്ടായ ചില സമീപനങ്ങൾ വളരെ സംശയാസ്പദമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. വാർത്താ സമ്മേളനത്തിന് ഇടയിൽ സൂപ്രണ്ടിന് ഒരു കോൾ വരുന്നു. ആ കോളിൽ ആവശ്യപ്പെടുന്നത്, ആ കോൾ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ സൂപ്രണ്ട് പിന്നീട് പ്രിൻസിപ്പലിനോട് ആവശ്യപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. ആ അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗങ്ങൾ വായിക്കൂ എന്ന കാര്യം പറയുന്നു. അങ്ങനെ വായിക്കുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിൽ അവിടുന്ന് ഇങ്ങനെ ബോക്സ് കണ്ടെത്തി എന്നതടക്കം, ഒപ്പം CCTV-യിൽ ഒരാൾ അങ്ങോട്ട് പ്രവേശിക്കുന്നത് കണ്ടെത്തി എന്നതൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ അടിമുടി ഹാരിസിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ഒരു നീക്കമായിരുന്നു ഇന്ന് ആ വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. ആ വാർത്താ സമ്മേളനം ആരോ പുറത്തു നിന്ന് ഡിക്റ്റേറ്റ് ചെയ്തു എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു വാർത്താ സമ്മേളനമായിരുന്നു. അങ്ങേയറ്റം ദുരൂഹമായ ഒരു വാർത്താ സമ്മേളനവും വിശദീകരണവും ഒക്കെയായിരുന്നു നമ്മൾ കണ്ടത്. അതിന് പിന്നാലെയാണ് ഹാരിസ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അവിടെ ബോക്സ് ഉണ്ടായിരുന്നു എന്നത് അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. ആ ബോക്സിലുണ്ടായിരുന്നത് തകരാറിലായ 3 നെഫ്രോസ്കോപ്പികളാണ്. അത് ആ ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ ഓപ്പറേഷൻ നടക്കാത്ത സാഹചര്യമുണ്ട്. അതിന്റെ തകരാർ പുതിയതിനുള്ള ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും അത് കിട്ടുന്നതിനുള്ള കാലതാമസമുണ്ട്. അപ്പോൾ അതിന്റെ തകരാറ് പരിഹരിക്കാൻ കഴിയുമോ എന്നറിയാൻ എറണാകുളത്തെ കമ്പനിയിലേക്ക് അയച്ചു കൊടുത്തതാണ് അത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഒരെണ്ണത്തിന്റെ തകരാർ പരിശോധിക്കണമെങ്കിൽ 2 ലക്ഷത്തോളം പരിഹരിക്കണമെങ്കിൽ 2 ലക്ഷത്തോളം രൂപ വേണം. അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അത്രയും
അത്രയും തുക തങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ എടുക്കാനില്ലാത്തതിനാൽ ആ ഉപകരണം തിരിച്ചയക്കാൻ പറഞ്ഞു. അങ്ങനെ തിരിച്ചയച്ചു വന്നതിന്റെ ബോക്സ് ആണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. നെഫ്രോസ്കോപ്പിയും ഓസ്ലോസ്കോപ്പും രണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം മറ്റ് കാര്യങ്ങൾക്ക് വിശദീകരണം നൽകുന്നത്. അതായത് തന്റെ മുറി എന്ന് പറയുന്നത് അത് ഓഫീസ് റൂം കൂടിയാണ്. അതിന്റെ താക്കോൽ ജൂനിയർ ഡോക്ടർമാർ അടക്കമുള്ളവരുടെ കയ്യിലുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ റിസർവ് ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ള റിസർവ് ഉപകരണങ്ങൾ ഉള്ളവയുണ്ട്. അത് കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഒക്കെ കൂടി വേണ്ടിയാണ് ഈ താക്കോൽ ജൂനിയർ ഡോക്ടർമാർ അടക്കമുള്ളവരുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നത്. ഒപ്പം ഡിസ്ചാർജ് സമ്മറി അടക്കമുള്ള മറ്റ് രേഖകൾ പ്രിന്റ് എടുക്കേണ്ടത് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ രാവും പകലും ആ ഓഫീസിലേക്ക് മറ്റുള്ളവർക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. അതിനുള്ള താക്കോൽ നൽകിയിട്ടുണ്ട്. അത് രഹസ്യമായ കാര്യമല്ല, പരസ്യമായ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ദുരൂഹത നിലനിർത്തിക്കൊണ്ട് പ്രിൻസിപ്പൽ അവസാനിപ്പിച്ച വാർത്താ സമ്മേളനത്തിന് ഡോക്ടർ ഹാരിസിന്റേതായ വിശദീകരണം പുറത്തു വരുന്നത്. മാത്രമല്ല പ്രിൻസിപ്പലിന്റെ വാർത്താ സമ്മേളനത്തിന് മുമ്പ് തന്നെ ഇതെന്താണ് എന്നതടക്കമുള്ളവ പരിശോധിക്കാനും അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ആരെങ്കിലും അനധികൃതമായി ആ ഓഫീസിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരാതി കൊടുക്കാനും ഒക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതൊന്നും ചെയ്യാതെയായിരുന്നു ഇന്നൊരു വാർത്താ സമ്മേളനം നടത്തുകയും ആ വാർത്താ സമ്മേളനത്തിനിടയിൽ പുറത്തുനിന്ന് ഫോണിലൂടെ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്ത് അതൊരു ഉന്നതതല ഇടപെടൽ തന്നെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതാരോ പുറത്തുനിന്നും നിയന്ത്രിച്ച ഒരു വാർത്താ സമ്മേളനമായിരുന്നു എന്ന കാര്യം ഉറപ്പാണ്. ആ വാർത്താ സമ്മേളനത്തിൽ ഹാരിസ് പ്രതിക്കൂട്ടിൽ നിൽക്കണം, സംശയകരമായ സാഹചര്യത്തിൽ നിലനിൽക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് നടത്തപ്പെട്ട ഒരു വാർത്താ സമ്മേളനം, അല്ലെങ്കിൽ അങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്ത് നടത്തപ്പെട്ട ഒരു വാർത്താ സമ്മേളനം എന്ന് നമ്മൾ വിളിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ ഉള്ള സാഹചര്യങ്ങൾ നിൽക്കുമ്പോഴാണ് തന്റെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ ഹാരിസ് രംഗത്ത് വരുന്നത്. സ്വാഭാവികമായും ആ വിശദീകരണത്തിന്റെ ബാക്കി ഭാഗങ്ങൾക്ക് ഇനി മറുപടി പറയേണ്ടത് ഇന്ന് വാർത്താ സമ്മേളനം നടത്തി അത്തരം ദുരൂഹമായ സാഹചര്യം സൃഷ്ടിച്ച മെഡിക്കൽ കോളേജിന്റെ അധികൃതരാണ് എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല. അജി.